കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇങ്ങനെ നിധിയുടെ ഓഫീസിലോട്ട് വരികയാണ് സുധീഷ്. നിധിയെ ഓഫീസിൽ നിന്ന് വഴക്ക് പറഞ്ഞത് അറിഞ്ഞിട്ടാണ് സുധീഷ് അത് ചോദിക്കണം എന്ന ആവശ്യത്തോടു കൂടിയാണ് ഓഫീസിലോട്ട് വരുന്നത്. ആ സമയത്ത് നിധി നല്ല ഓഫീസിൽ ജോലിയിലായിരിക്കും. സുധീഷ് വന്ന് സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് എവിടെയാണ് നിധി എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെയുള്ളൊരു സ്റ്റാഫ് നിധിയെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് സുധീഷ് ചെല്ലുകയാണ്. ആ സമയത്ത് നിധി ജോലിയിലായിരിക്കും. നിധിയെ സുധീഷ് കാണുന്നുണ്ട്. എന്നിട്ട് നിധി ചോദിക്കുന്നുണ്ട് സുധീഷിനോട്, എന്താ സുധീഷ് ഈ സമയത്ത് ഇവിടെ ചോദിക്കുകയാണ്. അപ്പോൾ സുധീഷ് പറയുകയാണ്, നിധിയെ വഴക്ക് പറഞ്ഞില്ല, അയാൾ എവിടെയും ചോദിക്കുകയാണ്. അപ്പോഴാണ് അവിടെയുള്ള ഓഫീസിലുള്ള എല്ലാ സ്റ്റാഫുകളെയും അവരെ നോക്കുന്നുണ്ട്. അപ്പോൾ സുധീഷ് പിന്നെയും നിധിയോട് ചോദിക്കുന്നുണ്ട്, എവിടെ അയാൾ, എനിക്ക് അയാളെ ഒന്ന് കാണണം എന്ന് പറയണേ. ആ സമയത്ത് നിധിയെ വഴക്ക് പറഞ്ഞ ആൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ദേഷ്യത്തോടു കൂടി സുധീഷ് ചോദിക്കുകയാണ്, നീയാണോ നിധിയെ വഴക്ക് പറഞ്ഞത് ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, ആരാ നിങ്ങൾ, എന്താ ഇവിടെ ചോദിക്കുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നിധി ഇതാരാണ് ചോദിക്കുകയാണ്. അപ്പോൾ നിധി ഒന്നും മിണ്ടുന്നില്ല. നിധിയോട് അയാൾ പറയുന്നുണ്ട്, നിൻ്റെ ബോയ് ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചിട്ടല്ല സംസാരിക്കേണ്ടത്, അതെല്ലാം പുറത്ത് വെച്ചിട്ടാണ് സംസാരിക്കേണ്ടത് എന്ന് പറയുകയാണ്. ആ സമയത്ത് അങ്ങോട്ടേക്ക് നിധിയുടെ MD വരുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നം MD കാണുകയാണ്. അപ്പോൾ MD ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, ഒരു പ്രശ്നവും ഇല്ല. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, ആരാണ് നിധിയെ വഴക്ക് പറഞ്ഞതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഒരു പ്രശ്നമില്ല, ഞാൻ ഇയാളെ പുറത്താക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സുധീഷിനെ വലിച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോവുകയാണ് ഓഫീസിൽ നിന്നും പുറത്ത് വന്ന സുധീഷ് നിധിയോട് ചോദിക്കുന്നുണ്ട്, ആരാണ് നിധിയെ വഴക്ക് പറഞ്ഞത്, അതാരാണ്, എനിക്ക് കാണിച്ച് താ എന്ന് പറയണം. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, എന്തിനാ നിങ്ങളിപ്പോൾ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്ന് പ്രശ്നമുണ്ടാക്കാനാണോ ചോദിക്കുകയാണ്. ഞാൻ ആ വഴക്ക് പറഞ്ഞ ആളെ വഴക്ക് പറയാനാണ് എന്ന് പറയണേ. ആരാണ് എൻ്റെ നിധിയെ വഴക്ക് പറഞ്ഞതെന്ന് എനിക്ക് ചോദിക്കുകയാണ്. ആ സമയത്ത് നിധി പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് ഇങ്ങോട്ടേക്ക് വരാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട്, എനിക്ക് നിധിയുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഉണ്ടെന്ന് പറയുകയാണ്. ആ സമയത്ത് നിധി പറയുകയാണ്, നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് പോയി ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാനാണോ നിങ്ങൾ വന്നത്. അങ്ങനെ നിധി സുധീഷിനെ അവിടെ നിന്നും പറഞ്ഞയക്കുകയാണ്. അങ്ങനെ നിധി ഓഫീസിലോട്ട് തന്നെ തിരിച്ചു പോവുകയാണ്. പോയതിനു ശേഷം അവിടെ MD എല്ലാവരോടും ചോദിക്കുന്നുണ്ടാവും, എന്താണ് ഇവിടെ പ്രശ്നം ചോദിക്കണം. അപ്പോഴായിരിക്കും അങ്ങോട്ടേക്ക് നിധി ചെല്ലുന്നത്. ആ സമയത്ത് നിധി പറയും, സോറി സർ എന്ന് പറയുകയാണ്. അപ്പോൾ MD ചോദിക്കും, അതാരാണ് ചോദിക്കണം. അപ്പോൾ നിധി പറയണത് ഞങ്ങളുടെ റിലേറ്റീവ്സാണ്. ഇന്നലെ ഇവിടെ വെച്ച് ഞാൻ ഒരു പ്രൊജക്റ്റ് കാണിച്ച സമയത്ത് അതിന് ഇയാൾ എന്നെ വഴക്ക് പറഞ്ഞ കാര്യം ഞാൻ വീട്ടിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ട് അത് ചോദിക്കാൻ വന്നതാണെന്ന് പറയണം. ആ സമയത്ത് അവിടെയുള്ള ഒരു സ്റ്റാഫ് പറയണേ, എന്താ നിധി ചെറിയ കുട്ടികളെ പോലെ ഓഫീസിലുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞ് ചോദിക്കുകയാണ്. പിന്നീട് നിധി എല്ലാവരോടും ചോദിക്കണം. ആ സമയത്ത് MD പറയും, അതൊന്നും വേണ്ട, നിധി പോയി നിധിയുടെ വർക്ക് ചെയ്യുക എന്ന് പറയണം. അങ്ങനെ നിധി വർക്ക് ചെയ്യാണ്. ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂ. ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.